ഞാൻ ഈ പ്രാവശ്യത്തെ കൊച്ചി ബിനാലെ കാണാൻ പോയി. അവിടുത്തെ കാര്യങ്ങളാണ്. 200 രൂപയാണ് ടിക്കറ്റിന് കേട്ടോ. 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 22 സ്പോട്ട് നമുക്ക് കാണാൻ പറ്റും. 100 രൂപ കൊടുത്താൽ അത് എന്തായാലും വെർത്തായിരിക്കും. അത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ കയറുന്ന സമയത്ത് ഇങ്ങനെ പല കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ഇവർ ചെയ്തു വെച്ച കാര്യങ്ങളാണ് ഉള്ളത്. ഇതേപോലെ ഓരോ സ്പോട്ടുണ്ട്. ഓരോ സ്പോട്ട് എന്ന് വെച്ചാൽ ഇത് രാവിലെ 10 മണി മുതൽ 6 മണി വരെയാണ്. ഞാൻ പോയ സമയത്ത് അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല വൃത്തിക്ക് മനസ്സമാധാനമായിട്ട് ഓരോ കാര്യങ്ങളും കണ്ടിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വരകളും പിന്നെ ഒരുപാട് പലതരത്തിലുള്ള ആർട്ട് വർക്ക് നമ്മളൊന്നും ഇതുവരെ കാണാത്ത തരത്തിലുള്ളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതേപോലെ ഒരു തിയേറ്റർ ഉണ്ട്. തിയേറ്ററിൽ ഇവിടെ നമുക്ക് ഇതേപോലെ നിലത്തിരുന്നിട്ട് കാണാം. അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രദർശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് വിദേശികൾ വരുന്നുണ്ട്. വിദേശികൾ ആർട്ട് വർക്ക് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരവിടുന്ന് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാടിൻ്റെ നമ്മളെ കേരളത്തിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പിന്നെ ഇതേപോലുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് മനസ്സമാധാനമായിട്ട് ഇരിക്കാനും. പിന്നെ ഇത് കണ്ട ഒരു ഫ്ലോറിലുള്ള ഒരു ആർട്ട് വർക്കാണ്. കണ്ടൽക്കാടിൻ്റെ വേരുകളാണ്. ഇതൊക്കെ എത്ര ആൾക്കാർ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അവിടെ അതൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേട്ടറിഞ്ഞൊരു കൊച്ചി ഉണ്ടല്ലോ, ആ കൊച്ചിയല്ല. കൊച്ചിൻ്റെ വേറൊരു ശാന്തസുന്ദരമായ ഒരു മുഖമുണ്ട്. നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാനത് ആദ്യമായിട്ടാണ് ഈ ബിനാലെ കാണാൻ വരുന്നത്. അതുകൊണ്ടായിരിക്കണം എനിക്ക് കൊച്ചിയെക്കുറിച്ചിട്ടുള്ള ഒട്ടുമിക്ക മുഖഭാവങ്ങളും മാറിക്കിട്ടിയൊരു നിമിഷമായിരുന്നു ഈ ബിനാലെ. ഇതിൻ്റെ ഉള്ളിലൊരു ഷോപ്പാണ് കേട്ടോ. അവിടെ കുറേ ഇതുപോലുള്ള വസ്തുക്കൾ വിൽക്കാനുണ്ട്. നോക്കിയിട്ടെ, ലുങ്കിനെ കൊണ്ടുണ്ടാക്കിയ പോലത്തെ ഒരു സഞ്ചിയാണത്. അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര കൗതുകം. അതിന് നല്ല പൈസയുണ്ട്. ഞാനിപ്പോൾ കൊച്ചി ബിനാലെ നടക്കുന്ന അടിക്കുകയുള്ളൂ കേട്ടോ. 22 സ്പോട്ടിലുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായ എന്താ പറയുക, ഗേൾസിന്റെ ഡ്രസ്സിങ് സെൻസ്. അയ്യോ, അടിപൊളി കേട്ടോ. അതായത് കൊച്ചി എന്ന് പറഞ്ഞൊരു സാധനം ആസ്വദിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നു ശരിയായ കൊച്ചി എന്താണ് എന്നുള്ളത് മനസ്സിലാവും. അതായത് എന്താ പറയാ, ഈ കണ്ണാപ്പി ടീംസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കൊച്ചിയുണ്ട്. നല്ല പീസ്ഫുൾ ആയിട്ട് കുറച്ച് എന്താ പറയാ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ഒരു കലേനെ സ്നേഹിക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ഒരു ആൾക്കാരുള്ള അവരൊക്കെ എന്ന് വെച്ചാൽ ഗേൾസിന്റെ ഒക്കെ വെച്ചാൽ ഡ്രസ്സിങ് സെൻസ് ഉണ്ട്. നല്ല കിഡിലും ഡ്രസ്സിങ് സെൻസ് ആയിട്ട്. അതായത് എന്താ പറയാ, എക്സ്പോസിങ് കാര്യങ്ങൾ അങ്ങനെ, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, എക്സ്പോസിങ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. നല്ല സെൻസിൽ നല്ല ഡ്രസ്സിങ് സെൻസ്, നല്ല രസമുണ്ട് കാണേണ്ടിയിട്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അടുത്ത സ്പോട്ടാണ് കേട്ടോ. ഇങ്ങനെ ഓരോ സ്പോട്ട് തൊട്ടടുത്തായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നെയ്ത്തുണ്ടല്ലോ, എൻ്റെ അച്ഛൻ്റെ ജോലി നെയ്ത്തായിരുന്നു. അപ്പോൾ ആ നെയ്ത്തിൽ പല കാലഘട്ടത്തിലുള്ള ഓരോ കാര്യങ്ങൾ നല്ല മനോഹരമായ ചിത്രങ്ങളെടുത്ത് അത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളൊരു ആർട്ട് ഗാലറിയാണിത്. നമുക്കറിയാൻ പറ്റും കൊച്ചിയിലൊക്കെ എന്ന് വെച്ചാൽ ഫോർട്ട് കൊച്ചി ആ ഏരിയയിലൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് വർഷം പഴക്കമുള്ള പല ബിൽഡിങ്ങും കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എല്ലാ സമയത്തൊന്നും നമുക്ക് കയറി ചെല്ലാൻ പറ്റില്ല പബ്ലിക്കിന്. അപ്പോൾ അവിടെയാണ് ഇതൊക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ കെട്ടിടങ്ങൾ കാര്യങ്ങൾ അവിടെയൊക്കെ ഒന്ന് കാണാനുള്ളൊരു അവസരം കൂടിയാണ്. നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ഈ ബിനാലെ പോയിട്ട് കാണണം. മാർച്ച് വരെ ഉണ്ട്.